ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ജനനായകൻ ഒത്തിരി നാളത്തെ കാത്തിരിപ്പും ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി എന്ന് നമുക്ക് പറയാം. നാളത്തെ ദിവസം നമ്മുടെ എല്ലാ സിനിമാ പ്രേമികൾക്കും അല്ലെങ്കിൽ എല്ലാ വിജയ് ആരാധകർക്കും ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. കാരണം മറ്റന്നാൾ ജനനായകൻ ഇറങ്ങുമെന്നുള്ള ഒരു ഇത് നമ്മൾ പല വിജയ് സിനിമകളിലും നമുക്കറിയാം, നമുക്ക് തലേദിവസം ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ DJ പാർട്ടികൾ നമ്മുടെ വിജയ് ഫാൻസുകാർ നടത്തുന്നത്, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുള്ള ദിവസമാണ്. എന്നാൽ ജനനായകൻ മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ഉള്ള സെൻസറിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ പടം മാറ്റി വെച്ചിരിക്കുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കൊക്കെ തിയേറ്റേഴ്സ് റിട്ടേൺ ഫണ്ടുകൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പം എന്തിന് വിജയിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം വരുന്നത്. പിന്നെ സിനിമയെ സിനിമയായി കാണുക എന്നുള്ള കാര്യം പല ആവർത്തി നമ്മളും അതുപോലെ ഒത്തിരി ആൾക്കാരും പറഞ്ഞാണ്. എന്നാൽ അതൊന്നും ഒരു ഇതില്ല. ഇപ്പം നമ്മളത് പറയാൻ ആളല്ല, എന്നാലും നമുക്ക് പറയാനുള്ള വിഷമം നമ്മളങ്ങ് പറയുന്നേ ഉള്ളൂ. വിജയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പം ഈ സിനിമ റിലീസ് മാറ്റിവെച്ചത്. എന്നാൽ അവരൊന്ന് ഓർക്കണം, ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാട് ആണ് ഈ ഒരൊറ്റ ഇതുകൊണ്ട് തീർന്നെന്നുള്ളത്. ആദ്യം ഇവർ പറഞ്ഞു പടത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിജയ് സിനിമയായതുകൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവർ റീസെൻസറിങ്ങിന് കൊടുത്തിട്ട് അതിനകത്ത് 10 സീനുകൾ മാറ്റി. എന്നിട്ട് പിന്നിപ്പം 27 സീനുകളാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് ബാലയ്യയുടെ റീമേക്ക് അല്ലെങ്കിൽ ഭഗത് കേസരിയുടെ റീമേക്ക് എന്ന് പറഞ്ഞിട്ട് ബാലയ്യയും ആ പടത്തിന്റെ ആൾക്കാർ ഉപയോഗിക്കും. ദൈവമേ, ഞങ്ങളുടെ പടം ഇറങ്ങിയപ്പോഴൊന്നും ഇത്രയും കട്ടിങ്ങും അല്ലെങ്കിൽ ഇങ്ങനൊരു സെൻസറിങ് പ്രശ്നമില്ലായിരുന്നു, പിന്നെ ഇതിനെന്താണ്? എന്നാൽ ഇത് വിജയ് ചിത്രമാണ്. നമുക്കറിയാം പല വിജയ് സിനിമകൾ ഇറങ്ങിയപ്പോഴും, ഏകദേശം പുലി ഇറങ്ങിയപ്പോഴും ഇതുപോലെ ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ടായി. നമ്മുടെ മെർസൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അതിന്റെ GST കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പം മെർസലിന്റെ എല്ലാവരും വിചാരിച്ചു മെർസലിന്റെ കൂട്ട്, അതായത് മെർസൽ ഇന്ന് നമ്മുടെ സെൻസറിന്റെ ഇത് കിട്ടി നാളെ റിലീസിന് എത്തുകയാണ്. അപ്പം അങ്ങനെ ഒരു മറിമായ ഇതിന് സംഭവിക്കുമെന്നുള്ള ഇതിലായിരുന്നു. എന്നാൽ ഇതിനങ്ങനെ നടന്നില്ല. അപ്പം ഇന്നലെ വരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന് കോടതി വിധി അനുകൂലമായിട്ട് വന്നിട്ട് സെൻസറിങ് എല്ലാം പൂർത്തിയായി നാളെ കൊണ്ടെല്ലാം ഒഫീഷ്യലായിട്ട് വന്നിട്ട് മറ്റന്നാൾ ഇറങ്ങുന്നുള്ള ഇതിലായിരുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ടീം തന്നെ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്, പടം മാറ്റിവെച്ചെന്നുള്ള. അപ്പോൾ പുതിയ തീയതി എന്നാണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകദേശം 2 ആഴ്ചയോളം അല്ലെങ്കിൽ നീളാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും പരാശക്തിക്ക് ക്ലാഷായിട്ട് നമ്മുടെ ജനനായകൻ എത്തില്ല. അപ്പം ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമാണ്, എന്തിന് വിജയെ ടാർഗറ്റ് ചെയ്യുന്നു? നമ്മുടെ ദളപതി ഇപ്പം പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണോ അതോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ എന്നുള്ളത് ഇപ്പോൾ ചോദ്യമാണ്. അപ്പം പല സിനിമ ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ ദളപതിയെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന കാര്യം സിനിമയെ സിനിമയായിട്ട് എടുക്കുക, സിനിമയിൽ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും അവിടെ ഒരു വില പോകുന്ന സംഭവമല്ല. അപ്പം എന്തായാലും ജനനായകന് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം, കാത്തിരിപ്പ് തുടരാം. അപ്പം എന്തായാലും ഭയങ്കര വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായാലും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. ഈ പടം നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാട്ടിലും നല്ല രീതിയിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഈ പടത്തിന്റെ ഇതൊക്കെ മുടക്കിയവർക്ക് തിരിച്ചടി നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഗംഭീര വിജയമായിരിക്കട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രി ഇട്ട് ലിയോയെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനനായകൻ ആർക്കും തകർക്കാൻ പറ്റാത്ത, അതായത് പിന്നെ അടുത്ത വിജയ് സിനിമ വരുവാണെങ്കിൽ തകർക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വിജയം ജനനായകന് സ്വന്തമാകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഫാൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ഇപ്പം മിക്ക ആൾക്കാരുടെയും മനസ്സിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും, അതായത് ഈ സിനിമ തടഞ്ഞവർക്കുള്ള മറുപടി ഇതിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റിലൂടെ ആയിരിക്കണം. എന്തായാലും ഭയങ്കര വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായാലും പിന്നെയും പറയാനുള്ള കാര്യം, സിനിമയെ കാണുക, ഒരിക്കലും രാഷ്ട്രീയം ഇതിനകത്ത് കലർത്തരുത്. അപ്പം എന്തായാലും നമുക്ക് ജനനായകന് വേണ്ടി കാത്തിരിക്കാം.